സമാധാനം, സന്തോഷം. ഇതിനെ അകത്തോട്ട് കയറിയ ഈ കൊട്ടാരത്തിന്റെ ഉൾവശം എല്ലാം കാണാം. അതെ ഇവിടൊക്കെ നോക്ക്, കണ്ണിനുള്ള നല്ല കുളിർമയുള്ള കാഴ്ചകളും പ്ലസ് നല്ല ട്രീറ്റ്മെന്റും എല്ലാം ആകുമ്പോഴേക്കും നല്ല ശുദ്ധവായു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എയർപോർട്ട് വരെ അടച്ചിട്ടാണ് ഉത്സവം നടക്കുന്നത്. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും പൂർണ്ണമായ ആശ്വാസവും അസുഖത്തിൻ്റെ മുക്തിയും കിട്ടട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമ്മളങ്ങ് വരും. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലേ നമ്മുടെ ഇവിടുത്തെ കടൽ വ്യൂ അടിപൊളിയാണ്. നമ്മുടെ പച്ചക്കറിത്തോട്ടവും കാണാം. സ്ട്രോക്ക് വന്നിട്ട് അമ്മയ്ക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരു അമ്മയാണ്. ദേ അമ്മയുടെ വീട്ടിലെത്തിയതാ, ദേ നടന്നു വരുന്നുണ്ടോ. 1 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. എണീച്ച് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നിന്ന് ഇത്രയൊക്കെ ഇതെന്ന് ഡോക്ടറാണ്. ഈ കൈകൊണ്ട് എന്നെ തല്ലുമൊക്കെ ചെയ്യും. എനിക്ക് തകിൽ വായിക്കാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് ജീവിക്കണമെന്നൊരു 1 സെക്കൻഡ് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല. 5 ദിവസം കൊണ്ട് എല്ലാം അങ്ങേര് തകിൽ പൊട്ടിച്ചു. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളോ അംഗീകാരമില്ലാത്തതോ ഡോക്ടർമാരില്ലാത്ത ഒരു സ്ഥാപനവും നമ്മൾ വീഡിയോ ചെയ്യാറില്ല. സന്ധ്യയുടെ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ശംഖുമുഖത്താണ്. ആറാട്ട് കാണുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീത്ത് ഡോക്ടറെ ഒരു 6-7 വീഡിയോ നമ്മൾ ചെയ്തു. 10,000 ആൾക്കാർക്ക് റിസൾട്ടാണ്. തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ. ഇതിന്റെ വിശേഷങ്ങൾ നമ്മൾ നേരിട്ട് കാണാം. ഓക്കെ. ഇതിനെ അകത്തോട്ട് കയറിയ ഈ കൊട്ടാരത്തിന്റെ ഉൾവശം എല്ലാം കാണാം. അതെ ഇവിടൊക്കെ നോക്ക്, നല്ല ഹൈറ്റും മച്ചും എല്ലാം. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയുള്ളത് കാഞ്ഞിരത്തിന്റെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. പഴമ ഒരു രീതിയിലും വിടാതാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഡോക്ടറെ കാണാം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം ചേട്ടാ. എങ്ങനെ പോകുന്നു കൊട്ടാരത്തിലെ വിശേഷങ്ങള്? സുഖമായിട്ട് പോകുന്നു. അതല്ലയോ, ശരിക്കും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം. തീർച്ചയായിട്ടും. നമസ്കാരം. നമുക്കെല്ലാം അറിയാവുന്ന ഒരാളുണ്ട്, ഭാമ മേഡമാണ്. നമ്മുടെ ശ്രീത്ത് ഡോക്ടർ ഉണ്ട്, ഹോസ്പിറ്റലിൽ എത്തിയാണ്. എന്താ ഡോക്ടറെ ഇവിടെ എത്തിയത്? ചെറിയ ഇഷ്യൂ ആയിട്ട് വന്നതാണ്. ബാക്കിയെല്ലാം അദ്ദേഹം തന്നെ പറയട്ടെ, അതല്ലേ എളുപ്പം. ആദ്യമായിട്ടാണ് മേഡം ഇവിടെ വരുന്നത്? അല്ല, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വരാറുണ്ട്. ഡോക്ടറെ വളരെ വർഷമായിട്ട് നമുക്കറിയാം. ഈ ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റാർട്ടിങ് പോലെ തന്നെ നമ്മളതിൻ്റെ വളർച്ചയൊക്കെ കൂടെ നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ടും എനിക്ക് കൂടുതലും ബാക്ക് പെയിനൊക്കെ ഇഷ്യൂ ആയിട്ടൊക്കെ ഞാനിവിടെ വരാറുണ്ട്, മസാജ് എടുക്കാറുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമ്മളങ്ങ് വരും. ഇപ്രാവശ്യം എനിക്ക് 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്. ഇതിപ്പം 7th ഡേ ആണ്. നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. നല്ല വരുന്ന സമയത്ത് നല്ല കുറേ നീർക്കെട്ടുകളൊക്കെ ആയിട്ടായിരുന്നു വന്നത്. പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സമാധാനം, സന്തോഷം. മേഡം ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ തോന്നുന്നു? ഇല്ല, അത് എന്താന്ന് വെച്ചാൽ ഈ സറൗണ്ടിങ്സ് കാണുമ്പോൾ തന്നെ അറിയാം. കുറേ പച്ചപ്പും തണുപ്പും ഒക്കെ. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്, നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂടുള്ളൊരു സമയത്ത്. ഇപ്പം ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ്. അപ്പം നമുക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീനും പച്ചപ്പും ഒക്കെ ഒന്നും കാണാത്തൊരു റെയർ അല്ലേ. അപ്പോൾ അവിടുത്തെ ആ ഒരു സിറ്റി ലൈഫിൽ നിന്നും നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം അത് മാത്രമല്ല ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്, ഒരു വീടിൻ്റെ ഒരു ഫീല്. ഇപ്പം എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഇവിടെ, റൂമാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും ഒരു വീടും പച്ചപ്പും കുളമുണ്ട്. എന്താണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലും കൂടെ കിട്ടുമ്പോൾ, ഇത് ആയുർവേദം എന്ന് പറയുമ്പം ട്രീറ്റ്മെൻറ്റ് പ്ലസ് നമ്മുടെ മൈൻഡ്, സ്പിരിറ്റ് ഇതെല്ലാം റെജുവിനേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം കണ്ണിനുള്ള നല്ല കുളിർമയുള്ള കാഴ്ചകളും പ്ലസ് നല്ല ട്രീറ്റ്മെൻറ്റും എല്ലാം ആകുമ്പോഴേക്കും നല്ല ശുദ്ധവായു. ശരിക്കും ഈ ഒരു ഹോസ്പിറ്റലിൽ ചുറ്റും നിൽക്കുന്ന ആയുർവേദ ചെടികൾ തന്നെ കുറേ ഉണ്ട്. അതെല്ലാം ചെറിയ ചെടികളല്ല, വലിയ മരങ്ങളാണ്. അപ്പോൾ ഈ ചൂടിനെയൊക്കെ അതിജീവിക്കാനുള്ള പവറുണ്ട്, നല്ല ശുദ്ധവായു തരാനുണ്ട്. അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെറിയ സംഭവം ഉണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ എത്തുന്നതാണ്. പ്രതിന് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ആ തനതായിട്ട് രീതിയിൽ തന്നെയാണ് ഈ സ്റ്റെയർ കേസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഡോക്ടർ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നു? ഒന്നും വരുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും വർഷത്തിൽ 2 പ്രാവശ്യം ആറാട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന കൊട്ടാരമാണിത്. ഇവിടുത്തെ ഉത്സവത്തിലൊരു പ്രത്യേകതയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എയർപോർട്ട് വരെ അടച്ചിട്ടാണ് ഉത്സവം നടക്കുന്നത്. അപ്പൊ ഇവിടെ തമ്പുരാട്ടിമാരും ഒക്കെ വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലവും തന്ത്രിക്ക് കുളിക്കാൻ ഇവിടെ ഒരു കടവുണ്ട്. തന്ത്രിക്കുളം എന്നാ അതിനെ പറയുന്നത്. ആറാട്ട് കഴിഞ്ഞതിന് ശേഷം അവർ വന്ന് കുളിക്കുന്ന കുളമാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകത ഉള്ള ഒരു കൊട്ടാരമാണിത്. മേപ്പോട്ട് കണ്ടാലോ? കാണാം. മോളവശത്തെത്തി. മേളിൽ എന്തൊക്കെയാ ഡോക്ടറെ? നമുക്ക് ഇവിടെ ഉള്ളത് 2 റൂമും 1 ട്രീറ്റ്മെന്റ് റൂമുമാണ്. ഓ, ഇതൊക്കെ അടിപൊളിയാണല്ലോ. ഇതെന്ത് തടിയാ? ഇത് വേങ്ങയുടെ തടിയാ. വേങ്ങ കൊണ്ട് ചെയ്താ. വെളിയിലോട്ടൊക്കെയോ? നല്ല അടിപൊളി കടൽ വ്യൂ ആണല്ലയോ? നമുക്കൊന്ന് കാണാം. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലേ നമ്മുടെ ഇവിടുത്തെ കടൽ വ്യൂ അടിപൊളിയാണ്. നമ്മുടെ പച്ചക്കറിത്തോട്ടവും കാണാം. അതേപോലെ തന്നെ വൈകിട്ട് സൺസെറ്റ് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാമല്ലോ. ഇത് കണ്ടോ,
എന്ത് ഭംഗിയാ നോക്കിയേ, അടിപൊളിയായിട്ട് കടല് കാണാൻ, നല്ല കാറ്റ്, പച്ചക്കറി എല്ലാം ഉണ്ടല്ലോ ഇവിടെ. നമ്മുടെ ഇവിടെ ഉണ്ട്. ഡോക്ടർ ഈ പച്ചക്കറി തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ലയോ? അതൊക്കെ നമുക്ക് താഴോട്ട് പോയി കാണാം. അല്ല, കൂടുതൽ പറയാൻ നമുക്ക് താഴോട്ട് പോയി കാണാം. ശരി ശരി ശരി. റൂം ഒന്ന് കണ്ടാലോ? കാണാം കാണാം കാണാം. അയ്യോ, ഇതിന്റെ ഹൈറ്റ് ഒക്കെ ഭയങ്കര ചൂടും അതുകൊണ്ട് കുറവാ. അതിനേക്കാൾ ഉപരി അപ്പുറത്താ കാണാൻ. ഇങ്ങോട്ടും നോക്കിയേ, ദേ ഇവിടുത്തെ എന്ത് ഭംഗിയാ നോക്കിയേ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ന് ശുഭമുഹൂർത്തത്തിൽ എല്ലാവരുടെ അനുഗ്രഹത്താൽ തിരുമേനിമാരുടെ മുന്നിൽ വെച്ച് പുതിയൊരു സംരംഭം ഡോക്ടർ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ദക്ഷിണാമൂർത്തിയുടെ അവിടെ നിന്നായിരുന്നു, ഇന്നിതാ ധന്വന്തരിമൂർത്തി ഇരിക്കുന്ന അവിടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും പൂർണ്ണമായ ആശ്വാസവും അസുഖത്തിൽ നിന്ന് മുക്തിയും കിട്ടട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാളെ ഡോക്ടറോട് പറഞ്ഞില്ലേ കാല് തരാം, അതിന് പകരം കൈ വേണമെന്ന്. ആ പുള്ളിക്കാരന് അദ്ദേഹം പ്രശസ്ത തകില വിദ്വാനാ. പേരെന്തുവായിരുന്നു? ശ്രീകുമാർ എന്ന് പറയും, കാവാലൻ ശ്രീകുമാർ. ഇപ്പം ഉത്സവ സീസൺ അല്ലയോ, തിരക്കില്ല. നമുക്ക് വേണേൽ പുള്ളി അവിടെ പോയി ഒന്ന് കണ്ടാലോ? പുള്ളിക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ സ്വന്തം കാവാലൻ ശ്രീകുമാർ ഏട്ടൻ. ഒരുമാതിരി കലാകാരന്മാരുടെ ഇടയ്ക്ക് നല്ല പ്രശസ്തിയുള്ള ചേട്ടനാണ്. ഒരിക്കലും ഒരു ദിവസം കൈവേദനയായിട്ട് വന്നു. എൻ്റെ കാല് വേണമെങ്കിൽ വെട്ടിയെടുത്തു, എൻ്റെ കൈ ശരിയാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞ ആളാണ്. നേരിട്ട് ബാക്കിയെല്ലാം പറയും. എൻ്റെ ജീവിതത്തിൽ 2-3 അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഒന്ന്, എനിക്ക് നടുവേദന. ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ട് 5 വർഷക്കാലം പ്രോഗ്രാം എല്ലാം അവതരിപ്പിക്കുക. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ നടുവേദന എല്ലാം മാറി. ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളമായി എനിക്ക് യാതൊരുവിധ നടുവിൻ്റെ ആയിട്ടുള്ള അത്ര പ്രോബ്ലം ഒന്നുമില്ല. നിന്നിഷ്ടം പോലെ വായിക്കാറുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ചെങ്ങന്നൂർ ഞാൻ ഒരു തൃപ്പൂത്താറായിട്ട് വായിക്കാൻ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മുതൽ രാത്രി കിടന്നപ്പോൾ പോലുണ്ട് ഷോൾഡറിന് 2 ഷോൾഡറിന് ഒരു രക്ഷയില്ല, അനക്കാൻ മേല, കിടക്കാൻ മേല. ഞാനൊരു ഒരു പരുവത്തിന് നേരം വെളുപ്പിച്ചു. ജീവൻ പോയാലും ശരി ഞാൻ സന്തോഷമാണ്. പക്ഷേ എന്തിനാണ് 2 കൈ അനങ്ങാൻ മേലാതെ എനിക്ക് ഒരു ജീവിതം? അങ്ങനെയാണ് ഞാൻ വീണ്ടും ഡോക്ടറെ ആ സ്പോട്ടിൽ തന്നെ വിളിച്ചു. ഒരുപാട് പേഷ്യൻസ് അവിടെ നിൽപ്പുണ്ട്. ഞാൻ ചെന്നു, എൻ്റെ ഒരു നിവൃത്തിയുടെ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ചെന്നു കണ്ടു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എനിക്ക് എൻ്റെ കൈ പൊക്കാൻ മേല, ഇങ്ങനെ ഇത്രയും നല്ല ഇങ്ങനെ ഒരു മേലോട്ട് എൻ്റെ പുറകിലോട്ടും എങ്ങും കൈ അനക്കാൻ മേലാത്തൊരവസ്ഥ. കാല് തരാം, തീർച്ചയായിട്ടും ഞാൻ, കാരണം എന്താ വെച്ചാൽ ഇല്ല പിന്നെ ഞാൻ ഇല്ലാതാകണം. ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഹാർഡ് വർക്കാണ്. അത് തകിലായാലും ചെണ്ടവാദ്യങ്ങളായാലും. ഇത് എൻ്റെ മറ്റൊരു സഹോദരൻ, എൻ്റെ നാട്ടുകാരൻ, കാവാലൻകാരനാണ്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. എന്നാ പറയുന്നത്, അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ മറക്കത്തില്ല. ഡോക്ടറെ, അതുപോലെ ഞാൻ ഒരാളെ അങ്ങോട്ട് വിട്ടായിരുന്നു, ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, നമ്മുടെ ശ്യാമേട്ടനെ. പുള്ളിക്ക് എങ്ങനെ? 1 വർഷമായി. പുള്ളിക്ക് എങ്ങനെ ഉണ്ട്? നമുക്ക് അതും നേരിട്ട് പോയി ചോദിക്കാം. പുള്ളി ഒന്ന് കാണാം. സ്ഥലം തൃക്കുന്നപ്പുഴ തന്നെ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളൊക്കെ ശരിക്കും കണ്ട് ചിരിക്കുന്ന ഒരാളാണ്. ഡോക്ടർ, ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? ഡിസ്കിൻ്റെ പ്രശ്നമായിട്ടാണ് ചേട്ടൻ വന്നത്. നല്ല ബുദ്ധിമുട്ടും നല്ല വേദനയൊക്കെ ആയിരുന്നു. മഴവിൽ മനോരമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് എഴുന്നേറ്റ് പിന്നെ സ്റ്റക്കായിപ്പോയി. പിന്നെ വൈഫിനെ വിളിച്ചിട്ടാണ് അവിടുന്ന് എനിക്ക് വീട്ടിലെ ആ ബാത്റൂമിൽ നിന്ന് എനിക്ക് റൂം വരെ എത്താൻ ഏകദേശം ഒരു 15 മിനിറ്റ് വേണ്ടി വന്നു. കാരണം എനിക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, വിയർക്കുക. ഞാൻ വേറെ ഷിവറിങ് തുടങ്ങി. അപ്പോൾ ഭയങ്കര ടെൻഷനായി. പിന്നെ അങ്ങ് ബെഡ് വന്ന് കിടന്നിട്ട് പിന്നെ എനിക്ക് നേരം കിടക്കാൻ വയ്യ, ചരിച്ചും കിടക്കാൻ വയ്യ. അതായത് ഇങ്ങനെ ഈ ഇരിക്കുന്നിരിപ്പില്ലേ, ഇങ്ങനെ ഞാൻ ഇരിക്കത്തില്ലായിരുന്നു. ഇതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവൾ വാരി തരുമായിരുന്നു വൈഫ്. അപ്പം ഞാൻ അതിനുശേഷം വന്ന് ഇവിടെ വന്നിട്ട് അപ്പോഴാണ് ഞാൻ സന്തോഷേട്ടൻ്റെ വീഡിയോ കണ്ടു. അങ്ങനെ ഒരു മെമ്മറി എൻ്റെ ഉണ്ടായിരുന്നു, ആദ്യത്തെ നമ്മുടെ ഇവിടുത്തെ വീഡിയോ. അതെ. അപ്പോൾ ഞാൻ സന്തോഷേട്ടനെ വിളിച്ചതും, അപ്പോൾ ഇവിടുത്തെ ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, വാ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 14 ദിവസം നമുക്ക് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി. പക്ഷേ അന്ന് വന്നതിന് പിന്നെ ഞാനിവിടെ വന്നിട്ട് 4ാമത്തെ 5ാമത്തെ ദിവസം സ്വന്തമായിട്ട് അപ്പോൾ വൈഫ് വാരി തരാൻ ഒരുങ്ങി. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഭക്ഷണം എടുത്ത് വാരി തരുമായിരുന്നു. ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നു സന്തോഷം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യ ദിവസം ചെറിയ പിടുത്തം വന്നു, പിന്നെ അങ്ങ് മാറി. അപ്പോൾ നമുക്കും മനസ്സിനൊരു ഇതുണ്ടല്ലോ, നമുക്ക് എഴുതി നടക്കണമല്ലോ. അങ്ങനെ ഇരുന്ന് ഇപ്പോഴും ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കുന്നു. ചോറ് ഉച്ചയ്ക്കത്തെ കഴിച്ചിട്ട് സ്വന്തമായിട്ട് കഴിച്ചിട്ട് സന്തോഷമായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കൈ കഴുകിയിട്ട് വന്നിരിക്കുന്ന ഇരിപ്പായിരുന്നു. നമസ്കാരം. ശരിക്കും പ്രോഗ്രാമൊക്കെ എങ്ങനെ പോകുന്നു? പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നു. പ്രശ്നം ഡിസ്ക് ബൾജ് ആയിരുന്നു. അപ്പം നടുവെന്ന് കാലയിലോട്ട് വരുന്ന ഞരമ്പിന് ഞെരുക്കം തട്ടിയിട്ട് നടക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ട് വരുവാ. അപ്പോൾ അന്ന് ചേട്ടൻ പറഞ്ഞല്ലോ ഞാൻ 2 പേര് പിടിച്ചോണ്ട. അപ്പം നടക്കാനെന്നല്ല, ഈ ഇങ്ങനെ കുരിഞ്ഞ് ഈ പെരുവരലേ നോക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് പിന്നെ നമ്മുടെ ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സയാണ്. അപ്പോൾ അത് ഫലിച്ചത്. അതേപോലെ റെസ്റ്റും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നോക്കിയതുകൊണ്ട് ഇന്നിപ്പോൾ ഈ 1 വർഷം കഴിയുന്ന സമയത്തും
ചേട്ടൻ്റെ വ്യത്യാസം ചേട്ടൻ്റെ വാക്കുകളിൽ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ട് ചേച്ചിക്ക് പറയാൻ പറ്റുമായിരിക്കും. ഒരു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. എണീച്ച് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നിന്ന് ഇത്രയൊക്കെ ഇതെന്ന് ഡോക്ടറാണ് എന്ന് വേണം തന്നെ പറയാം. കാരണം അത്രയ്ക്കും ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിൽ അവിടെ ചെന്നത്. ഇപ്പം ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. വൈക്കത്ത് നിന്ന് രണ്ടുപേരൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു അമ്മ അച്ഛനും. അമ്മയ്ക്കൊക്കെ നല്ല പ്രശ്നമായിരുന്നു. ചെറിയ പ്രശ്നമല്ല, സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള വലിയ വലിയ കേസുകളൊക്കെ ആയിരുന്നു. നടക്കാനൊന്നും വയ്യായിരുന്നു, കൈ പൊങ്ങത്തില്ലായിരുന്നു, കണ്ണിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സംസാരത്തിനുണ്ടായിരുന്നു, കണ്ണൊക്കെ പകുതിയൊക്കെ അടഞ്ഞിരിക്കുവായിരുന്നു. അപ്പൊ അതൊന്ന് കണ്ടാലോ നമുക്ക്? എങ്ങനെയുണ്ട് ഡോക്ടറെ? നമുക്ക് അവിടെ പോയി കാണാം. നേരിട്ട് നാട്ടിലല്ലേ, നേരിട്ട് വൈക്കത്തേക്ക് പോവാം. നമ്മൾ വൈക്കത്ത് വന്നതാണ് എന്ന് പറഞ്ഞാൽ പറയാതെ നമ്മളൊരു എന്തുവെന്ന് വെച്ചാൽ ഡോക്ടർ ഉൾപ്പെടെ ഞങ്ങളൊന്ന് അമ്മയെ കാണാനായിട്ട് എത്തിയതാണ്. അമ്മ പേരെന്തുവായിരുന്നു അമ്മേ? ഗീത. 2023 അവസാനം ഡോക്ടറാണ്. എന്ത് പ്രശ്നമായിട്ടാ വന്നേ? അന്ന് സ്ട്രോക്ക് വന്നിട്ട് ഈ കൈ അനങ്ങിയല്ല, ഈ കൈ ഇത് ഇങ്ങനെയായിരുന്നു, ഇത് ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ഡോക്ടറൊക്കെ വന്നതിന്റെ ടെൻഷനാണ്. ഈ കൈ കൊണ്ട് എന്നെ തല്ലുമൊക്കെ ചെയ്യും. ഗുരുത്തക്കേട് പറഞ്ഞ ഈ കൈ കൊണ്ട് എന്നെ തല്ലും. അത്ര ആക്കിയ നേരത്തെ അത് അങ്ങനെ ചെയ്യത്തില്ല, കൈ ഇങ്ങനെ ഇരിക്കുള്ളൂ. അയ്യോ, ആയുർവേദത്തിൽ പോയപ്പോ നല്ല സുഖം. അവിടെ പോയപ്പോ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അച്ഛന് പ്രശ്നം ഉണ്ടായിരുന്നോ? എന്റെ മുട്ടിന് വേദനയായിരുന്നു. അതും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇതിന്റെ പൊക്കത്ത് അവിടെ മുഴുവൻ ചീരയും പാലും. അപ്പൊ എങ്ങനെ മേപ്പോട്ട് കയറുന്നേ? സ്റ്റെപ്പ് വഴിയാ. ആ വീടിന്റെ മുകളിൽ മൊത്തം പച്ചക്കറിയൊക്കെയാണ്, അപ്പുറത്തൂടെ സ്റ്റെപ്പ് വഴിയാ കയറുന്നത്. നേരത്തെ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇല്ല, നേരത്തെ ഞാൻ മോള അല്ലെങ്കിൽ മോൻ വന്ന് ജോലിയും കഴിഞ്ഞ് വന്നിട്ടാ നനയ്ക്കാറുള്ളത്. ഇപ്പൊ നമുക്ക് കറക്റ്റായിട്ട് നിറച്ച് എല്ലാം ചെയ്യും. അമ്മയ്ക്ക് ആദ്യമേ ഇത്രയും ക്ലിയർ ആയിട്ട് സംസാരിക്കലായിരുന്നു. നന്നായിട്ട് ഈ കണ്ണ് രണ്ടുണ്ടല്ലോ, ഈ കണ്ണുണ്ടല്ലോ ഇങ്ങനെ തുറക്കുകയല്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇപ്പൊ നന്നായിട്ട് കണ്ണ് കാണാനും ഒരു കുഴപ്പമില്ല. നന്നായിട്ട് കാണുവാണ്. കൈകൊണ്ട് പാത്രമൊക്കെ തേക്കാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട്. നേരത്തെ കൈ നോക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റില്ല. ഇപ്പൊ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. പാത്രം എല്ലാം കഴിയും, എല്ലാം റെഡിയാ. ഡോക്ടർ എന്ത് പറ്റിയതായിരുന്നു അമ്മയ്ക്ക്? നമുക്ക് പോസ്റ്റ് സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ അവിടെ ചെയ്തത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ പഞ്ചകർമ്മ ചികിത്സ. ഇപ്പം ഈ പറഞ്ഞ പഞ്ചകർമ്മ ചികിത്സ ആകുമ്പം എല്ലാവരും വിചാരിക്കും ആ ചികിത്സ കഴിഞ്ഞാൽ ഉടനെ റെഡിയായി. ഇപ്പം അമ്മ പറഞ്ഞു 2023 തൊട്ട് കൃത്യമായിട്ട് ചികിത്സ പോകുന്നതാണ്. ഇപ്പം അമ്മയുടെ രണ്ടാമത്തെ പ്രാവശ്യത്തെ ചികിത്സയാണ് ഇപ്പോൾ കഴിഞ്ഞത്. എല്ലാവരും പറയാറുണ്ട് ഈ ആയുർവേദമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ താൽക്കാലികമായിട്ടാണെന്നുള്ളത്. പക്ഷേ ഇപ്പം തന്നെ വന്നിട്ട് ഇത്രയും നാളായതാന്ന് പറഞ്ഞാൽ കൈ പൊങ്ങാത്ത അമ്മയാണ്, അതുപോലെ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അച്ഛനാണ്. അപ്പോൾ ഇവരൊക്കെ ഇത്രയും നാളായി, ഇപ്പം കഴിഞ്ഞിട്ട് പോലും എത്ര നാളായി? ഇപ്പം നമ്മൾ പരിചയമായിട്ട് 2 വർഷം ആവുന്നില്ലേ? 2 വർഷം. ഇത് വൈക്കത്ത് അമ്പലത്തിന്റെ പ്രതിന സ്ഥലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ കിഴക്കേ നടയാണ്. ഇപ്പം ശരിക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞത് ഈ പച്ചക്കറി ഇവിടെ തന്നെ വളർത്തുന്നത്. എന്താണ് ഡോക്ടറെ ഈ പച്ചക്കറിക്ക് ഇത്ര പ്രാധാന്യം? എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നത് ഈ വിഷം എല്ലാം അടിച്ച പച്ചക്കറികളൊക്കെ അല്ലേ വരുന്നത്. പിന്നെ അത് തന്നെയല്ല, മനസ്സിനൊരു സന്തോഷമൊക്കെ വരും. അവർ തന്നെ ഇവിടെ നിന്നുള്ള പച്ചക്കറി എടുത്ത് ഇവിടെ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിനൊരു സുഖം. മുളകാണെങ്കിലും അതുപോലെ തന്നെ തക്കാളിക്ക് കണ്ടോ, എല്ലാ ഐറ്റവും ഉണ്ട്. കൊട്ടാരത്തിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പൊ ഇതും ഈ കാണുന്ന എന്തുവാ? ഇത് നമുക്ക് ഒരു കോട്ടേജാ, ഒരു ഫാമിലിക്കോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ താമസിക്കാൻ ഒരു കോട്ടേജും. അത് നമ്മുടെ അന്നദാനപ്പുര, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അവിടെയാ. ഓക്കെ ഡോക്ടറെ, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനായാലും പ്രജിനായാലും പല ആൾക്കാരെ ഇവിടെ വിട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വന്ന് കണ്ട 10,000 ആൾക്കാർക്ക് റിസൾട്ടാണ്. അപ്പോൾ ഡോക്ടറെ, ഈ സ്ഥലം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഈ സ്ഥലം എവിടെ? ഇത് നമ്മുടെ ശംഖുമുഖം ബീച്ച്, ആ കൽമണ്ഡപം ഉണ്ട്, അല്ലെങ്കിൽ ഓൾഡ് കോഫി ഹൗസിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ആറാട്ട് കൊട്ടാരം, അല്ലെ ബീച്ച് പാലസ്. അതായത് ശംഖുമുഖം ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അവിടുന്ന് അകത്തോട്ട് കയറണം. അവിടെ പറഞ്ഞാൽ ഇവിടെ നമുക്ക് 10-30 വണ്ടി ഇടാൻ സ്ഥലമുണ്ട്. അവിടുന്ന് പറഞ്ഞാൽ അവർ ഹോസ്പിറ്റലിലോട്ടാന്ന് പറഞ്ഞാൽ കയറ്റി വിടും. നമുക്കിപ്പോൾ എവിടെയൊക്കെയുണ്ട് സ്ഥാപനം? നമുക്ക് 2 സ്ഥാപനം ഇപ്പോൾ ഉള്ളത്. ഒന്ന് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിയുടെ മണ്ണിൽ പത്മനാഭസ്വാമിയുടെ ആറാട്ട് കൊട്ടാരവും, പിന്നെ മാന്നാർ കുട്ടമ്പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് പിന്നെ അറിയാത്ത ആരുമില്ല കേട്ടോ, കുറേ വീഡിയോസ് കണ്ടിട്ടുള്ളതാ. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേര് ശ്രീ വൈദ്യനാഥപുരം ആയുർവേദ വൈദ്യശാല ആൻഡ് പഞ്ചകർമ്മ സെന്റർ. ഡോക്ടർ, ഇപ്പൊ നമുക്ക് 2 ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ ഇവിടെയുണ്ട്. ആ 2 സമയം എന്ന് പറയാം. ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസമാണ് എൻ്റെ ഒപ്പി തിരുവനന്തപുരത്തുള്ളത്. അത് ചൊവ്വ, വ്യാഴം, ഞായർ. ബാക്കി 4 ദിവസവും നാട്ടിലാണ്, നമ്മുടെ കുട്ടമ്പേരൂർ. വരാനുള്ളവർക്ക് വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചിട്ട് പോന്നാൽ മതി.